ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ 13 രണ്ടാം ഘട്ടമായ ഉപജില്ലാതല മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ നോർത്ത് ഉപജില്ലാ മത്സരങ്ങൾ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇതൊരു അപൂർവമായ സംഗമമാണ്. സംസ്ഥാനത്തിനകത്ത് ഇതുപോലുള്ള പരിപാടികൾ വളരെ ഹ്രസ്വമായി അല്ലെങ്കിൽ പരിമിതമായ സന്ദർഭങ്ങളിൽ കാണപ്പെടുന്നു. ദേശാഭിമാനി ഈ പരിപാടി സമാരംഭിച്ചതിന് ശേഷം ദേശാഭിമാനി അക്ഷരമുറ്റം പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തുകയാണ്. കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം, രക്ഷാകർത്താക്കൾക്ക് പ്രതീക്ഷാപരമായ മക്കളുടെ ഭാവി, ഇതെല്ലാം സംഘടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അക്ഷരമുറ്റം മാത്രമല്ല അക്ഷരങ്ങളും ആ അക്ഷരങ്ങളുടെ പ്രപഞ്ചത്തിലേക്ക് ലോകത്തേക്ക് പ്രിയപ്പെട്ട ഈ ബാലമനസ്സുകളെ ഉൾക്കൊള്ളുവാൻ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2024 വർഷത്തെ ഒന്നാം ഘട്ടമായ സ്കൂൾ തല മത്സരങ്ങൾ പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടമായ ഉപജില്ലാതല മത്സരങ്ങൾക്കാണ് ഇന്ന് തുടക്കമായത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉപജില്ലയിൽ നിന്നും ഓരോ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർ ഒക്ടോബർ 19 കണ്ണൂരിൽ വിളിച്ച് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാതല മത്സരത്തിൽ LP, UP, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 320 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സംസ്ഥാനതല മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം 1,50,000 രൂപയും സാക്ഷ്യപത്രവും സമ്മാനമായി ലഭിക്കും. ഇന്ന് നടന്ന സബ് ജില്ലാതല മത്സരങ്ങളോടൊപ്പം രക്ഷിതാക്കൾക്കും ക്വിസ് മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ CPIM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA സംസ്ഥാന ജില്ലാ നേതാക്കളായ KC മഹേഷ്, K രഞ്ജിത്ത്, TK പ്രദീപൻ, K വേണു, ദേവേശൻ ചാത്തോത്ത്, M പ്രീന, PV സിന്ധു, KV സജിത, TC സുനിൽകുമാർ, ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജർ സജീവ് കൃഷ്ണൻ, അക്ഷരമുറ്റം സബ് ജില്ലാ കൺവീനർ T അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു.